നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച് എല്ലാവരും അവരുടേതായ രീതിയിലുള്ള ഇടപെടൽ നടത്തി മുമ്പോട്ട് പോവുകയാണ്. ഇനി ഏറെ വൈകാതെ നിയമസഭയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന വാശിയിലാണ് BJP. സെമി ഫൈനലിൽ വിജയിച്ച് ഫൈനലിലെത്തി എന്ന ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുമ്പോട്ടുള്ള പോക്ക്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 10 സീറ്റെങ്കിലും പിടിച്ച് ഞെട്ടിക്കണമെന്നും അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM-ൽ നിന്ന് ജനത്തെ BJP-യിലേക്ക് എത്തിക്കണമെന്ന വാശിയിൽ മുമ്പോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിലാണ് CPM ഇനി അപകടം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഹിന്ദു വോട്ടുകളെ വിഭജിച്ച് കൂടെ നിർത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. BJP പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെ തന്നെ സാധ്യതയുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ട് നിലയുടെ അടിസ്ഥാനത്തിൽ മുൻപിലെത്തിയ 36 നിയമസഭാ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് BJPയുടെ നീക്കം. ഈ 36 മണ്ഡലങ്ങളിലും ആഴ്ചകൾക്കുള്ളിൽ, അതായത് ഈ ജനുവരിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും എന്നാണ് സൂചന. അത്തരത്തിലുള്ള നീക്കങ്ങളുമായി BJP നേതൃത്വം ശക്തമായി മുമ്പോട്ട് പോകുന്നു. മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിരുന്നു BJP സംസ്ഥാന നേതൃത്വം നേതാക്കൾക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. ആ നിർദ്ദേശത്തിന് ഗുണമുണ്ടായി. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേവലം 13 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രം ഭരണമുണ്ടായിരുന്ന BJP ഇക്കുറി 30 അത് വർദ്ധിപ്പിച്ചു. ഏതാണ്ട് ഇരട്ടിയിലധികം വർധനവ്. വോട്ടിൻ്റെ ശതമാനം കണക്കൊക്കെ നോക്കി BJPയുടേത് നേട്ടമല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിലും BJP വലിയ നേട്ടമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. 13-ൽ നിന്നും 30-ലേക്കുള്ള പ്രവേശനം തന്നെ അതിന് തെളിവാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയ്ക്ക് അടുത്തെത്തിയ മണ്ഡലങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തയ്യാറാക്കിയ ലിസ്റ്റിനോട് ഏതാണ്ട് തുല്യം നിൽക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ശേഷം തയ്യാറാക്കിയ ലിസ്റ്റും. ആ ലിസ്റ്റ് അനുസരിച്ച് നേമം മുതൽ മഞ്ചേശ്വരം വരെ 36 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ്. ഈ 36 മണ്ഡലങ്ങളിൽ കൂടുതൽ ഫണ്ട് അനുവദിച്ച് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 49,867 വോട്ടാണ് തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ കിട്ടിയത്. കാട്ടാക്കടയിൽ 46,372 വോട്ട്, കഴക്കൂട്ടത്തെ 40,582 വോട്ട്, വട്ടിയൂർക്കാവ് 38,228 വോട്ട്, പാറശാല 32,169, ആറ്റിങ്ങലിൽ 34,391, ചിറയൻകീഴിൽ 35,639, തിരുവനന്തപുരത്ത് 35,821, കുന്നത്തൂരിൽ 33,004, കൊല്ലത്ത് 32,583, കരുനാഗപ്പള്ളിയിൽ 33,677, ചാത്തന്നൂരിൽ 36,620, കൊട്ടാരക്കരയിൽ 36,212, കുണ്ടറയിൽ 33,820, ആറന്മുളയിൽ 32,237, ചെങ്ങന്നൂരിൽ 41,674, കായംകുളത്ത് 33,455, ഹരിപ്പാട് 30,071, മാവേലിക്കര 38,441, അരൂരിൽ 36,840, തൃപ്പൂണിത്തുറ 31,327, പുതുക്കാട് 38,598, ഇരിങ്ങാലക്കുട 34,250, മണലൂരിൽ 34,570, നാട്ടികയിൽ 36,202, ചേലക്കരയിൽ 31,291, കൊടുങ്ങല്ലൂരിൽ 30,999, ഷൊർണൂറിൽ 33,014, ഒറ്റപ്പാലത്ത് 36,579, നെന്മാറയിൽ 32,593, മലമ്പുഴയിൽ 40,530, പാലക്കാട് 38,003, സുൽത്താൻ ബത്തേരിയിൽ 30,023, കുന്നമംഗലത്ത് 31,049, കാസർഗോഡ് 44,192, മഞ്ചേശ്വരം 47,071. ഇതിൽ വേണ്ടതുപോലെ ശ്രമിച്ചാൽ ഒരു 10-16 സീറ്റുകൾ ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിന് ഉതകുന്ന തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഉടനടി പൂർത്തിയാക്കാനാണ് നീക്കം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അതാത് മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച് അവിടുത്തെ പ്രവർത്തകർക്കിടയിൽ സ്വീകാര്യത കിട്ടിയ നേതാക്കളെ മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതനുസരിച്ച് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നേമത്തെ 2016-ൽ O രാജഗോപാൽ ജയിച്ചതാണ്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ തോറ്റുപോയി. അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിച്ച് വിജയം ഉറപ്പിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. രാജീവ് ഇത് തുറന്നു പറയുകയും ചെയ്തു. 46,372 വോട്ട് കിട്ടിയ കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് മത്സരിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്.
കഴക്കൂട്ടത്ത് 40,582 വോട്ട് കിട്ടി. അവിടെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ തന്നെ മത്സരിക്കുമെന്ന് സൂചനയുണ്ട്. വട്ടിയൂർക്കാവാണ് സുപ്രധാനമായ മറ്റൊരു മണ്ഡലം. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച വി രാജേഷ് ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി മാറി. മേയറാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ആർ ശ്രീലേഖയായിരിക്കും വട്ടിയൂർക്കാവിലെ നിയമസഭാ സ്ഥാനാർത്ഥി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ശ്രീലേഖ അതിനില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേയറാകും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് കോർപ്പറേഷനിൽ മത്സര രംഗത്തിറങ്ങിയത്. അത്തരം ഒരു സൂചന BJP നേതൃത്വം കൊടുത്തതുകൊണ്ട് മാത്രമായിരുന്നു ശ്രീലേഖ സ്ഥാനാർത്ഥിയായത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ വിജയവും കരസ്ഥമാക്കി. അവസാന നിമിഷം വരെ ശ്രീലേഖയായിരിക്കും മേയർ എന്നാണ് കണക്കാക്കപ്പെട്ടതെങ്കിലും അവസാനം നറുക്ക് വീണത് വി രാജേഷിനായിരുന്നു. അതുകൊണ്ട് വി രാജേഷ് കഴിഞ്ഞ തവണ മത്സരിച്ച വട്ടിയൂർക്കാവ് ശ്രീലേഖയ്ക്ക് കൊടുക്കും എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. എന്നാൽ ശ്രീലേഖ മത്സരിക്കാൻ ഇല്ലെന്നും കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനത്തിൽ തുടരാനാണ് താല്പര്യമെന്നുമാണ് ശ്രീലേഖയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആ സാഹചര്യത്തിൽ വീണ്ടും മത്സര സാധ്യത നടൻ കൃഷ്ണകുമാറിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ തിരുവനന്തപുരം സെൻട്രലിലാണ് മത്സരിച്ചത്. രാജേഷ് മേയറാവുകയും ശ്രീലേഖ മത്സര രംഗത്ത് ഇല്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്താൽ തീർച്ചയായും അടുത്ത നറുക്ക് വീഴുന്നത് കൃഷ്ണകുമാറിനായിരിക്കും. കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ട്. മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി അവസാന നിമിഷം എത്തിയാൽ കൃഷ്ണകുമാറിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് തന്നെ മത്സരിക്കേണ്ടി വരും. എന്നാൽ ശ്രീലേഖ ഇല്ലാത്ത സാഹചര്യത്തിൽ കൃഷ്ണകുമാർ തന്നെയായിരിക്കും വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ആലപ്പുഴ ജില്ലയിൽ BJP ഇക്കുറി ഒരുപാട് വോട്ടുകൾ ശേഖരിച്ചെങ്കിലും 2 മണ്ഡലങ്ങൾ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്: കായംകുളവും ചെങ്ങന്നൂരും. കായംകുളത്ത് 33,455 വോട്ടുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ BJP നേടിയത്. അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശോഭാ സുരേന്ദ്രൻ. ഇതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് സമയത്ത് മണ്ഡലങ്ങൾ മാറുന്ന രീതിയായിരുന്നു ശോഭയ്ക്ക് വേണ്ടി BJP നേതൃത്വം കൽപ്പിച്ചതെങ്കിൽ ഇക്കുറി ശോഭയോട് നേരത്തെ തന്നെ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശോഭ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തനം സജീവമാക്കിയിരിക്കുന്നു. ഈ ക്രിസ്മസ് സമയത്ത് ക്രൈസ്തവർക്കെതിരെ ആക്രമണമുണ്ടായപ്പോൾ ആലപ്പുഴയിൽ പത്രപരസ്യം ചെയ്ത് ക്രിസ്മസ് ആശംസ നൽകിയയാളാണ് ശോഭാ സുരേന്ദ്രൻ. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി കായംകുളം ചോദിച്ചിട്ടുണ്ട് എന്നതൊരു തടസ്സമായി നിൽക്കുന്നെങ്കിലും ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും കായംകുളത്തെ എന്ന് വ്യക്തമായിട്ടുണ്ട്. BJP വലിയ മുന്നേറ്റം നടത്തിയ ആലപ്പുഴയിലെ മറ്റൊരു മണ്ഡലം ചെങ്ങന്നൂരാണ്. മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലത്തിൽ സജി ചെറിയാനേക്കാൾ കൂടുതൽ വോട്ട് നേടിയത് BJP സ്ഥാനാർത്ഥികളായിരുന്നു. BJPയുടെ ആലപ്പുഴ സൗത്ത് പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയായിരിക്കും ചെങ്ങന്നൂരിൽ മത്സരിക്കുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. സന്ദീപ് വാചസ്പതിയുടെ ധീരമായ ഇടപെടൽ ചെങ്ങന്നൂരിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്നും അതുകൊണ്ട് തന്നെ വാചസ്പതി തന്നെയാണ് അവിടെ മത്സരിക്കേണ്ടതെന്നുമുള്ള റിപ്പോർട്ടുകൾ BJP നേതൃത്വത്തിനുണ്ട്. ചെങ്ങന്നൂരിന് തൊട്ടടുത്തുള്ള പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ അനൂപ് ആന്റണി മത്സരം ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ഭാരിച്ച ഉത്തരവാദിത്വമുണ്ടെങ്കിലും തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട് അനൂപ് ആന്റണി സജീവമായി തന്നെ രംഗത്തുണ്ട്. BJP ഏറ്റവും അധികം വോട്ട് നേടിയ 36 മണ്ഡലങ്ങളിൽ തിരുവല്ല ഉൾപ്പെടുന്നില്ലെങ്കിലും തിരുവല്ല തന്നെയാണ് അനൂപ് ആന്റണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. തൃശൂർ നഗരസഭാ ഭരണത്തിൽ പങ്കാളിയായിരുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന നേതാവിനെ ഒല്ലൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടത്തുന്നതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. പഴയ തൃശൂർ നഗരസഭാ മേയർ വർഗീസിനെ കുറിച്ചാണോ എന്ന് വ്യക്തമല്ല. തൃശൂരിൽ MG രമേശിനെയും പാലക്കാട് K സുരേന്ദ്രനെയും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെയും മലമ്പുഴയിൽ C കൃഷ്ണകുമാറിനെയും തിരുവല്ലയിൽ അനൂപ് ആന്റണിയെയും പാലായിൽ ഷോൺ ജോർജിനെയും ചാത്തന്നൂരിൽ BP ഗോപകുമാറിനെയും ആറന്മുളയിൽ കുമ്മനം രാജശേഖരനെയും മഞ്ചേശ്വരത്ത് ML അശ്വിനിയെയും ഷൊർണൂരിൽ KK അനീഷ് കുമാറിനെയും മണലൂരിൽ AN രാധാകൃഷ്ണനെയും കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണനെയും ആറ്റിങ്ങൽ P സുധീറിനെയും ചിറയൻകീഴിൽ ആശാനാഥിനെയും എറണാകുളത്ത് ജിജി ജോസഫിനെയും കാഞ്ഞിരപ്പള്ളി നോബിൾ മാത്യുവിനെയും പരിഗണിക്കുന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത്. ഇത്തരത്തിൽ പല പേരുകളും പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. BJP ശക്തമായ അടിത്തറയുണ്ടാക്കി മുന്നേറുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 10 സീറ്റിലെങ്കിലും വിജയം ഉറപ്പാക്കുകയാണ് BJPയുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് CPM തന്നെ. കാരണം BJP വളരുന്നിടത്ത് CPM തളരും എന്ന് CPMന് നന്നായി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന ആശങ്ക തന്നെയാണ് CPM നേതൃത്വത്തിനുള്ളത്. പിണറായി വിജയൻ ധാർഷ്ട്യം അവസാനിപ്പിക്കുകയോ നേതൃത്വം ഒഴിയുകയോ ചെയ്യണമെന്ന് CPI തുറന്നാവശ്യപ്പെട്ട സാഹചര്യം പോലും ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ്. CPMും BJPയും തമ്മിൽ ധാരണയുണ്ട് എന്നാണ് CPI സംശയിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതും തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ പിടിച്ചതുമൊക്കെ CPMുമായുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണെന്ന് CPI പോലും സംശയിക്കുന്ന സാഹചര്യമുണ്ട്.
എന്തായാലും ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് BJP വളരുകയാണ്, CPM തളരുകയാണ്.